വീട്ടിലേക്കുള്ള കുറച്ച് സാധനം വാങ്ങിയാലോ? കമോൺ ഗൈസ്. ആദ്യം തന്നെ ഹെജിനെ നൈസായിട്ട് ഓന്റെ വണ്ടിയിലിരുത്തി, അല്ലെങ്കിൽ പിന്നെ കട ബാക്കി ഉണ്ടാവില്ല. ഫ്രൂട്ട് സെക്ഷൻ ഇവന്റെ സെക്ഷനാണ്. ഓൻ പറയണ വേണം നമ്മൾ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു യുദ്ധവും. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കില്ല, നമ്മളെ കടമല്ലേ. ഇനി നമ്മൾ ട്രോളി നമ്മൾ അറിയാതെ തന്നെ നിറയുന്നത് കാണാം. ഈ എനർജി ഡ്രിങ്കും കുടിച്ച് മൂപ്പർ ആക്റ്റീവ് ആവാനുള്ള പരിപാടിയാണ്. പറഞ്ഞു തീർന്നില്ല, മൂപ്പർ അപ്പോഴേക്ക് താഴെ ഇറങ്ങി. ഇനി നമുക്ക് പിടിച്ചാൽ കിട്ടൂല. നോർമലി 2 മിനിറ്റ് പോലും ഇരിക്കാറില്ല, അപ്പോഴേക്ക് താഴെ ഇറങ്ങലുണ്ട്. ഇന്നെന്താറില്ല 2 മിനിറ്റ് ഇരുന്നുള്ള സമാധാനത്തിലാണ് നമ്മൾ. ഇനിയിപ്പോ 2 ആള് 2 വഴിക്ക് പോകണം. 2 ആള് എന്ന് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും ആണ്. ഇവന്റെ പുറകിൽ ഞാനോടും അധിക സാധനം വാങ്ങാനും പോകും. എന്താ അറിയില്ല, ഫ്രിഡ്ജ് കണ്ട ഇവന് ഭയങ്കര ഹാപ്പിയാ. അത് തലോടി ഒരു 4-5 റൗണ്ട് നടക്കും. ഈ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇവനായിരിക്കും അത്. ഏതായാലും 4-5 റൗണ്ട് നടന്ന് ഫ്രിഡ്ജിന്റെ തണുപ്പൊക്കെ നോക്കി കഴിഞ്ഞ ശേഷം ഞാൻ മെല്ലെ എടുത്ത് കഷ്ടകാലത്തിന് കേക്ക് സെക്ഷനിലേക്കാണ് പോയത്. സംഭവം വേറെ എന്തോ നോക്കി ഇങ്ങനെ പോയതായിരുന്നു. ബട്ട് എന്തായാലും കേക്ക് സെക്ഷനിലെത്തി. ഇവിടാണെങ്കിൽ കുറേ വെറൈറ്റി കേക്ക്സ് ഉണ്ട്. ഇത്രയും വെറൈറ്റി ഉണ്ടെങ്കിലും ഇവിടുത്തെ കേക്ക്സിനൊന്നും വലിയ ടേസ്റ്റ് ഇല്ല. നമ്മുടെ നാട്ടിലെ ആ ടേസ്റ്റ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഈ കാണുന്ന മൊഞ്ച് കഴിക്കും അങ്ങനെ കിട്ടലില്ല. ഞാനിങ്ങനെ റാൻഡംലി കണ്ടു വാങ്ങുന്ന കേക്കിന്റെ കാര്യം പറഞ്ഞത്. കേക്കിനായിട്ട് ഇതുവരെ പോയി വാങ്ങിയിട്ടില്ല. ആൻഡ് ഇഫ് നല്ല കേക്ക് കിട്ടുന്ന സ്പോട്സ് ഖത്തറിലുണ്ടെങ്കിൽ ഡു കോമന്റ് ബിലോ. ഷുഗർ കട്ട് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ കേക്കിനായിട്ട് പോകുന്നത് മോശമല്ലേ, അതുകൊണ്ടാണ് സംഭവം പോവാത്തത്. എനിവേ സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ ബില്ലടിക്കാൻ നോക്കിയപ്പോഴാണ് അത്യാവശ്യ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായാലും വീട്ടിലേക്കുള്ള അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും അപ്പം തന്നെ കാൽക്കുലേറ്റർ എടുത്ത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുന്ന പരിപാടി എനിക്കുണ്ട്. പിന്നെ വാങ്ങാനുള്ള ആ മൂഡ് അങ്ങ് പോകും. നമ്മുടെ നാട്ടിൽ കവർ കിട്ടാൻ ഭയങ്കര പണിയല്ലേ, പൈസ കൊടുത്ത് വേണം കവർ വാങ്ങാൻ. പക്ഷെ ഇവിടെ ലാവിഷായിട്ട് കവർ തരും. മാത്രമല്ല എല്ലാം വേറെ സെക്ഷൻസ് ആക്കിയിട്ടോ കവർ തരാം. അതുകൊണ്ട് നമുക്ക് കുറേ കവർ ഉണ്ടാവും. ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് ഏകദേശം 7-8 കവറുകൾ തന്നെ ഉണ്ടാവും. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി നേരെ നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ശരി, ബാക്കി നാളെ.